ജീവിതത്തിൽ ഇത്രയും വലിയൊരു തീരുമാനം നീ ഒറ്റയ്ക്ക് എങ്ങനെ എടുത്തത്? ഞാൻ ആരുടെ അഭിപ്രായം ചോദിക്കേണ്ടത്? എന്നെ വേണ്ടെന്ന് വെച്ച എന്റെ ഭർത്താവിന്റെയോ? അതോ എന്നെ ഈ അവസ്ഥയിൽ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട എന്റെ അച്ഛന്റെയോ? ഗിരിയേട്ടൻ, അദ്ദേഹം എന്നോട് ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞത്. ഗിരി നിന്നോട് അബോട്ട് ചെയ്യാൻ പറഞ്ഞോ? ഒരിക്കലുമില്ല. ഒരു ജീവൻ എടുക്കുന്നതിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഗിരിയേട്ടൻ തന്നെയാ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് ഒരുമിച്ച് ഞങ്ങൾ തിരിച്ചു വന്നത് അമ്മ കണ്ടതല്ലേ. ഒരച്ഛനാകാൻ പോകുന്ന അവൻ എങ്ങനെയാ ഇത്രയും വലിയൊരു തെറ്റിന് കൂട്ടു നിൽക്കാൻ തോന്നിയേ? ഗിരിയേട്ടൻ ഒരു അച്ഛനാവാൻ പോകുന്നോണ്ടായിരിക്കും എന്നോട് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ ആവശ്യപ്പെട്ടത്. ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, ഗിരിയേട്ടൻ എന്നും മുൻതൂക്കം കൊടുക്കുന്നത് ഈ കുടുംബത്തിന് തന്നെയാ. നീ എന്തൊക്കെ ഈ പറയുന്നേ? നിനക്കൊരു കുഞ്ഞുണ്ടായ ഗിരിക്കോ ഈ കുടുംബത്തിനോ എന്താ കുഴപ്പം? സത്യം പറ, നീയും ഗിരിയും തമ്മിലുള്ള ബന്ധം എന്താ? അതെന്നെ കൊന്നാലും ഞാൻ പറയില്ലമ്മേ. എന്റെ നാവിൽ നിന്നും അമ്മ ഒന്നും അറിയാൻ പോകുന്നില്ല. നീ വെറുതെ നാടാൻ കളിക്കാൻ നിൽക്കണ്ട. സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് എന്റെ മകന്റെ തലയിൽ കുറ്റം വെക്കാന്നാണോ നിന്റെ വിചാരം? അതിന് ഞാൻ ഗിരിയേട്ടനെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. ഗിരിയേട്ടന് നല്ലത് മാത്രം സംഭവിക്കണമെന്നാ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചത് മനസ്സിൽ കല്ല് വെച്ചിട്ടാ. പക്ഷെ കുഞ്ഞിന്റെ അച്ഛന് തന്നെ അതിനെ വേണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നെ? ഹരീഷ് കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞോ? കൂടുതലൊന്നും അമ്മേനോട് ചോദിക്കരുത്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. ഇതെന്താ കുഞ്ഞിന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ഗിരി ഒപ്പിട്ടിരിക്കുന്നത്?